ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ സമയം മോർണിംഗ് 2:35 ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്, ഓഫ് ടു വണ്ടർല. അപ്പം വണ്ടർലയിലോട്ട് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം ഞാനുണ്ട്, കണ്ണനുണ്ട്, അതേപോലെ നകുലുണ്ട്, ഗൗതമുണ്ട്, ധനുഷ് എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണാം. ഓക്കേ, നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. നമുക്ക് കൊല്ലത്തുനിന്ന് 4:30ക്കാണ് ട്രെയിൻ വരുന്നത്. അപ്പം ഇനി നേരെ പോയി നകുലിനെയും ഗൗതമിനെയും ധനുഷിനെയൊക്കെ വിളിച്ചുകൊണ്ട് വേണം പോകാൻ. അപ്പം നമുക്ക് നേരെ പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നകുലിനെ പിക്ക് ചെയ്തിട്ട് വേറെ 2 ചെറ്റകൾ കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. കൊടുക്കത്തടിയില്ലേ? രണ്ടാമത്തെ വന്നിട്ടുണ്ട്. എനിക്ക് ചത്താ മതി നിന്നെ വെയിറ്റ് ചെയ്യാൻ. ഫൈനലി നമ്മളിതാ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇന്നത്തേക്ക് ഇന്നോട്ട് നാളെ വരെ നിന്റെ പേര് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുവാണ്. പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. 2ാമത്തെ ആണെന്നാണ് പറയുന്നത്. ഫൈനലി നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ട്രെയിനിലോട്ട് കയറാം. അങ്ങനെ നമ്മുടെ ട്രെയിനിൽ കയറി നമ്മുടെ സീറ്റും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് സെറ്റാണ്. സ്ലീപ്പറാണ് നമ്മൾ ബുക്ക് ചെയ്തത്. രതീഷ്, 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 ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങനെ ഇവിടെ തുടങ്ങാമോ? രതീഷ്, ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി ഇവിടെ തുടങ്ങുന്നത്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിത് എറണാകുളം ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. നമ്മളിതിനെ കഴിച്ചിട്ട് വേണം നമ്മൾ നേരെ വണ്ടർലയിലോട്ട് പോകാൻ. അങ്ങനെ നമ്മളിത് ഊബറൊക്കെ വിളിച്ച് ചില്ലടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് ഊബറൊക്കെ വിളിച്ച് കലൂരെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളിനി ബസ്സിൽ കയറുന്നു, നേരെ വണ്ടർല ഇവിടെ. ഓക്കെ, ഫൈനലി നമ്മളിതാ വണ്ടർലയുടെ എൻട്രിയിലെത്തിയിട്ടുണ്ട്. ഗായ്സ്, ഫൈനലി നമ്മളിതാ വണ്ടർലയിൽ റീച്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ അകത്തോട്ട് പോവാം. ഗായ്സ്, അങ്ങനെ നമ്മളിതാ വണ്ടർലയിൽ എൻട്രി ആയി. നമ്മുടെ ഫാസ്റ്റ് ടാഗ്, നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ കയറാം. പവറജി, അയാള് കാണണ്ടേ? ഞാൻ എന്താ ചെയ്യാന്? എനിക്ക് ഗായ്സ്, ഇനി നമുക്ക് നേരെ ലോക്കർ കണ്ടുപിടിക്കണം. ലോക്കർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് വേണം പോവാൻ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളിതാ ഡ്രസ്സൊക്കെ മാറി എല്ലാം സെറ്റാണ്. ഇനി
കുടിക്കുവാണ് ഗൈസ്, കുടിക്കുവാണ്. ഇതാണ് നമ്മുടെ ലോക്കർ. നമ്മൾ ഓൾ സെറ്റായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ഗായ്സ്. നമ്മളിതാ റൈഡിലോട്ട് കയറാൻ പോകണം. റീകോയിലിനകത്ത് കയറി അണ്ടപടാ മൊത്തത്തിൽ ഇളകി പോയി. ഉച്ചക്കിരുന്നോളം വിമാനാണ്. അപ്പൊ പോവാല്ലേ? ഓക്കെ. എടപ്പിലി സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. ഇനി നമുക്ക് ഫ്ലൈൻ പൊക്കിയും തട്ടി കഴിക്കാം. ഗൈസ്, എന്താണെന്നോ എങ്ങനെയാണെന്നോ പോലും അറിയാതെ ചെന്ന് കയറി കൊടുത്ത റൈഡാണിത് 360. എന്റെ പൊന്നോ, പോത്തറിച്ച് വെട്ടാൻ കൊണ്ടുപോണത് പോലെ കൊണ്ടുപോക്ക് കണ്ടാ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഗൈസ്, ഉള്ള റൈഡിലെല്ലാം കയറി ഒരു പരുവായി. ഇനി നേരെ നമ്മൾ ബേസിക് കാർസിൽ കയറാൻ പോകണം. ഗൈസ്, നമ്മൾ എന്താ വണ്ടി കയറിയിട്ടുണ്ട്. സൈഡിലെല്ലാം കയറി തല പെരുത്ത് ഇനി കഴിക്കണം. എന്നിട്ട് നേരെ വെള്ളത്തിൽ ചാടാൻ പോകും. അണ്ണാ ഗായ്സ്, നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ബിരിയാണിയാണ്. ഗൗതമേ, അങ്ങനെ നമ്മളിതേ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് വന്ന കോലമാണിത്. നമ്മളങ്ങനെ മാക്സിമം എല്ലാ വാട്ടർ റൈഡിലും കയറിയായിരുന്നു. പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഫോണൊന്നും കൊണ്ടുപോയില്ല, ലോക്കറിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. ഗൈസ്, അങ്ങനത്തെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് തെറിക്കാനുള്ള പരിപാടിയാണ്. മൈരി വിലയിലൂടെ നീ തരുന്നത്, മൈരി വില. ഇപ്പൊ വട്ടർലായിലെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഒരു രക്ഷയില്ലായിരുന്നു. നിങ്ങളുണ്ടായിരുന്നടാ? എല്ലാം ഫുള്ള് ടയേർഡായിട്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത പരിപാടി നമുക്ക് ഫുഡ് അടിക്കണം. ഫുഡ് അടിക്കാനുള്ള സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം
കാണാം. ഗായ്സ് അങ്ങനെ സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മളിതേ ഫുഡ് അടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാ എണ്ണവും ചത്തൂത്തിയിരിക്കുകയാണ്. ഇന്ന് കട്ടിൽ കെട്ടി അവിടെ ചായും. അങ്ങനെ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അവിടെ നേരെ വീട്ടിലോട്ട്. ഗൈസ് അങ്ങനെ നമ്മളതേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ കുറച്ച് ലേറ്റാണ് ഗൈസ്. ഞാനും ധനുഷുവാണെങ്കിൽ വരുന്നവരെയും പോകുന്നവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രസം. നകുലും കണ്ണനും ആണെങ്കിൽ എന്തോ കാര്യമായിട്ട് ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൗതമാണെങ്കിൽ അപ്പുറത്ത് എവിടെ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനിടയിൽ കൂടെ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ ഒരു ട്രെയിൻ പോയപ്പോൾ നമ്മുടെ ട്രെയിനെ ചെറുതായിട്ടൊന്ന് മിസ് ചെയ്ത്. അയ്യോ, എൻ്റെ ട്രെയിൻ എപ്പോഴും എന്തോ. ഗൈസ് അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ട്രെയിൻ വന്ന്. പക്ഷെ എല്ലാവർക്കും പല ദിക്കിലായിരുന്നു സീറ്റ് കിട്ടിയത്. കൊല്ലം ജംഗ്ഷൻ ആവാറായപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടെ ഒരു സീറ്റിൽ വന്ന് ഡിസ്കഷനാണ്. ഗൈസ് അങ്ങനെ നമ്മളതേ കൊല്ലം ജംഗ്ഷനിലെത്തി ട്രെയിൻ ഇറങ്ങി. ഇനി നേരെ വണ്ടി എടുക്കുക, നേരെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വെറൈറ്റി വ്ളോഗുമായി എന്നെങ്കിലും കാണാം. ബൈ ബൈ.